ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഞാൻ കുറേ വർഷത്തിലിട്ട് യൂസ് ആക്കുന്ന ഒരു ഫേസ് പാക്ക് ആയിട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ ഷെയർ ആക്കിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കറേ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആവും. അതേപോലെ ഫേസ് ഞങ്ങളുടെ മുഖത്തുള്ള കറുത്ത് ചെറിയ ചെറിയ കല അങ്ങനത്തതെല്ലാം ഇക്കറല്ലേ പിമ്പിൾസ് വന്നിട്ട് പോയിട്ടുള്ള കല. പിന്നെ അതേപോലെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആകും, സ്കിൻ ഗ്ലോ ആകും, എല്ലാത്തും നല്ല ബ്രൈറ്റ് ആകും, എല്ലാത്തും ഹെൽപ്പ് ആകുമ്പോഴത്തെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിട്ട് ഈ ഒരു ഫേസ് പാക്ക്. അപ്പോൾ ഇത് ഞാൻ കുറേ നണ്ടിൽ ഇങ്ങനെ കമൻറ്റിൽ കേട്ടു വന്നാറ് പുതിയ പുതിയ വെൺമാർക്കിട്ട് തിരുമ്പുടെ വീഡിയോ ആക്കിയിട്ട് ഇടാറുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് അങ്ങനെ തിരുമ്പായിട്ടും ഞങ്ങൾ യൂസ് ആക്കുക. തിരുമ്പ് ഞങ്ങൾ ഇങ്ങനെ പച്ചരച്ചിട്ടാക്കറേ, ഇത് ഞങ്ങൾ പൗഡർ ആക്കിയിട്ട് ആക്കറേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് തിരുമ്പായിട്ട് ഞങ്ങൾ ഫുൾ ബോഡിക്ക് അപ്ലൈ ആക്കറെങ്കിലും അങ്ങനെ ഞങ്ങൾ ഇത് യൂസ് ആക്കുക. പിന്നെ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കറേ ഞങ്ങൾ നോക്കാം. അപ്പോൾ ഇത് ನಾನು ಮುನ್ನೋಲ್ ಹಾಕಿದ ತೀನ ಬಂತಿದೆ, ಇದು ನಾನು ನೋಂಬಿಗೆ ಮುನ್ನೋಲ್ ಹಾಕಿದೆ. അപ്പോൾ ನಾನು ವಾಪಸ್ ಹಾಕೊಂಬತ್ತಿಗೆ ನಿങ്ങളുടെ ഒന്ന് ഷെയർ ആക്കാണ്ട്. ഇത് ഞാൻ കുറേ വർഷത്തിനുണ്ട് ഇതേപോലെ ഞാൻ ആക്കറേ. ഇതിൽ പിന്നെ വേറെ സ്കിന്നിಗೆ സൈഡ് എഫക്റ്റ് അങ്ങനത്തെ എന്തും പണില്ല. എന്ന് വെച്ചാൽ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ആക്കറല്ലേ, അങ്ങനെ വേറെ എന്തും ഇതൊന്നും പണില്ല, സൈഡ് എഫക്റ്റ് ഒന്നും ഇക്കില്ല. അപ്പോൾ ನಾನು ಇದಕ್ಕೆ ಫಸ್ಟಿಗೆ ಇದ ಮೆತ್ತೆ എടുக்கிறேன். അപ്പോൾ ಮೆತ್ತೆ ഞങ്ങൾക്ക് ಯಾರ ഞങ്ങൾ ಚಂದ ಆகும் ഞങ്ങൾ ಯಾರ യൂസ് ആക്കറേ ಮೆತ್ತೆ ഇട്ടിக்கிறேன். ಮೆತ್ತೆ ഞങ്ങൾക്ക് സ്കിൻ നല്ല ബ്രൈറ്റ് ആകും, നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. പിന്നെ പിമ്പിൾസ് എല്ലാം വന്നിട്ട് പോയിട്ടുള്ള കല എല്ലാം നിന്നിട്ടിരിക്കറല്ലേ അതെല്ലാം പോണും. സ്കിൻ അത് ഫേസ് നല്ല ಚಂದ ಆகும் ನಂಗೆ ಇವ್ರ ಮೆತ್ತೆ നല്ല ഞങ്ങൾക്ക് അതെല്ലാം എല്ലാവർക്കും കൊണ്ടുള്ളത്. അതിൽ പിന്നെ ഇതാ ഇവിടെ പച്ചപ്പയർ എടുത്തേ. അത് ഞാൻ എടുക്കറേ കണ്ടല്ലോ എത്ര എടുക്കറുണ്ട്. അതുപോലെ നിങ്ങൾ ഒരു അന്താജിൽ എടുത്തെങ്കിൽ പയറും അങ്ങനെ സ്കിൻ നല്ല സ്മൂത്ത് ആകും, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പയർ നല്ല. അതിൽ പിന്നെ ഉലുന്തും അങ്ങനെ സ്കിൻ വൈറ്റനിങ്ങും ഉലുന്തു നല്ല. അപ്പം ഞാൻ ഉലുന്തു തെല്ലെടുത്തേ. മെത്തെ പയർ കണ്ടല്ലോ എത്ര എടുത്തേ, ഇത് എടുത്തേ. അതിൽ പിന്നെ ഉലുന്തു ഇത്ര ഉലുന്ത് എടുത്തേ. ഇത് നിങ്ങൾ പൗഡർ നിങ്ങൾ ಯಾರಾಕಿ ಬೇಕಂಕಂಡಿಗೆ ಇದೆಲ್ಲ നിങ്ങൾ ಯಾರು എടുത്തുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തെല്ലാക്കി നോക്കറൻകണ്ടെങ്കിൽ അങ്ങനെ കൊറിയാക്കുക. അതിൽ പിന്നെ ഇത് ഹരി എടുത്തിട്ട് ഞാനിവിടെ പച്ചരി ഞങ്ങൾ ഇഡ്ഡലി ദോശ എല്ലാം ആക്കിற പച്ചരി ഉണ്ടല്ലോ, ഏതോ ഇഡ്ഡലി ആക്കുന്നത് അതല്ലെങ്കിൽ ദോശ ആക്കുന്നത് പച്ചരി എടുത്തെങ്കിട്ട് അരിയും അങ്ങനെ അരി ഞങ്ങൾക്ക് സ്കിൻ ഗ്ലോ ആകും, സ്കിൻ വൈറ്റനിങ്ങും അരി ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അരിയും എടുത്തിട്ട് ഞാൻ അതാ ഇതിപ്പോൾ ഇതിൽ 4 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പയർ, പിന്നെ അതുപോലെ ഉലുന്തു, പച്ചരി, മെത്ത ഇത്ര എടുത്തത്. അപ്പോൾ ഇത് എത്ര എടുത്തരന്നോ നിങ്ങൾ നോക്കിയാലല്ലേ ഒരു അന്തജി എല്ലാം നിങ്ങൾ ഇതുപോലെ എടുത്തെങ്കൈത്ത. ഇനിയിപ്പോൾ നിങ്ങൾ ಇದಕ್ಕೆ ഓറഞ്ചിൻ്റെ പീൽ ഞാനിവിടെ ഉണക്കി വെച്ചിരാ. അപ്പോൾ ഇത് ನಾನು ಈಗ ಮುನ್ನೆಲ್ಲ ಫಸ್ಟಿಗೆ ಹಾಕಿದ್ದು ಕಟ್ಟಿಯಲ್ಲ ಅದಕ್ಕೆ ಆರೆಂಜ್ ಪೀಲ್ ಇಟ್ಟಿಟ್ಲ ಅಂತ ಅಪ್ಪ ನನ್ನ ಕೈಲಿಲ್ಲ ಅಂತ. അപ്പോൾ ഓറഞ്ചെല്ലാം കിട്ടിങ് അത് ചന്ത കൽകി എടുത്തോളൂ. കൽകിയിട്ട് ഞങ്ങൾ വെയിൽ വെച്ചിട്ടാ അതല്ലെങ്കിൽ എയർ ഫ്രയറിൽ അങ്ങനെ ഞങ്ങൾ ഉണക്കറ അതുപോലെ ഉണക്കി എടുത്തെങ്കിത്ത. ഇത് ഞാൻ നോമ്പിൽ ഉണക്കി വെച്ചത്, ഇത് ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഉണക്കി എടുത്തത്. അപ്പോൾ ഇതും തെല്ലിട്ട് കൊടുക്കുക ഈ ഒരു ഓറഞ്ചിൻ്റെ പീലും അങ്ങനെ ഞങ്ങൾക്ക് സ്കിൻ വൈറ്റനിങ്ങും ഓറഞ്ചിൻ്റെ പീൽ നല്ല. പിന്നെ ഈ ഒരു ഓറഞ്ചിൻ്റെ പീൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ഞങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ സ്കിൻ അലർജി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പാക്കി ഇട്ട് അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഉണ്ടുണ്ടെങ്കിൽ അത് ഇടണോട്ടില്ല എന്തോ ആവില്ല സമയം അങ്ങനെ സ്കിൻ അലർജി അങ്ങനെ ഉണ്ടുണ്ടെങ്കിൽ അത് വേണ്ടെങ്കിൽ സ്കിപ്പാക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തേ ഓറഞ്ചിൻ്റെ പീൽ കണ്ടല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതെല്ലാം മിക്സി ജാറിക്കിട്ട് നല്ല ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ മിക്സി ജാറിൽ ഇട്ട് കൊടുത്തേ. ഇനിയിപ്പോൾ നിങ്ങൾ നല്ല നൈസായിട്ട് എത്ര നൈസാവും അതുപോലെ നല്ല നൈസാക്കിയിട്ട് പൗഡറാക്കി എടുത്തിങ്ങിട്ട്. അപ്പോൾ ഞങ്ങൾ ഇത് പൗഡറാക്കി എടുക്കുമ്പോൾ ഞങ്ങൾ എത്ര നൈസാക്കിയും ചെറിയൊരു തരിക്കണം. ഞങ്ങൾ ഇത് പയറിട്ടിട്ട് ആക്കറില്ലേ, അപ്പോൾ അതുകൊണ്ടിട്ട് ചെറിയൊരു തരിക്കൽ അതിക്കത് വെലുവിസൽ നിങ്ങൾ നല്ല അത്. അപ്പോൾ ഇനിയിപ്പോൾ ആ പൊടിച്ചൽ പിന്നെ പൊടിച്ചൊരു ചൂടിക്കറല്ലേ, ചൂട് പോയാൽ പിന്നെ ഞങ്ങൾ ഇത് കുപ്പിയിലിട്ടിട്ട് വെച്ചെങ്കിട്ട് ഞങ്ങൾ ഇത് എത്ര സമയം പിന്നെ ബേക്കും ബെടുക്കവിടെ അങ്ങനെ ഒന്നുമില്ല, ഫ്രിഡ്ജിൽ ബേക്കൊന്നുമില്ല, പരത്തേ വെച്ചിങ്ങനെ പരത്തേ ബേக்கிறேன். ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് അങ്ങനെ ഫേஸுக்கு அப்ளை ஆக்குற அதுவும் நான் சொல்கிறதா ചെറിയ സ്പൂണിൽ 1 സ്പൂൺ എടുക്കണമെങ്കിൽ ഫേஸுக்கு മാത്രം ടൈം ഞങ്ങൾ തെല്ലുമയോടോ ചെറിയ സ്പൂണിൽ 1 സ്പൂൺ എടുത്തേ. ഞങ്ങൾ ഇത് ഒറുക്ക കളിക്കെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ബാക്കിയെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ യൂസ് ആക്കാം. അപ്പോൾ ഞാനിവിടെ പച്ച പാൽ വീത്തി കൊടുത്തേ. ഇതിലൊട്ടിക്ക് ഇതിൽ മഞ്ഞളുടെ പൊടി. അപ്പോൾ പച്ച പാൽ ഞങ്ങൾ മിക്സ് ആക്കി എടുക്കും. പാലിൽ അല്ലെങ്കിൽ തൈരിൽ മിക്സ് ആക്കിയെങ്കിൽ അതും നല്ലമേ. തൈര് ഉണ്ടെങ്കിൽ തൈരിൽ മിക്സ് ആക്കി എടുക്കുക, ഇല്ലെങ്കിൽ പച്ച പാലിൽ മിക്സ് ആക്കി ഇങ്ങെത്ത്. ഞാൻ ಯಾರ പാലിൽ മിക്സ് ആക്കറേ തൈരിപ്പോൾ ഞങ്ങൾ എപ്പോൾ ഇക്കില്ലല്ലേ ചില ಇಲ್ಲ ಯಾರಕ್ಕೆ ಯೂಸ್ ಆಗಿ ಯಾರೇ ಬೀತ್ರೆ ನಾನು ಪಾಲೇ ಬೀತಿട്ട് മിക്സ് ആക്കറ. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ആക്കിയിട്ട് തെല്ലിനേരം ഇത് റെസ്റ്റ് ബേക്കണോ. സോ നിങ്ങൾ അത് മെത്തെല്ലാം ഇട്ടിട്ട് ആക്കറ. അതൊന്ന് നനഞ്ഞിട്ട് പറഞ്ഞു ഒന്ന് തിക്കായിട്ട് പണ്ട് ഗട്ടിയായിട്ട് പണ്ട് തെല്ലിനേരം നിങ്ങൾ ഒന്ന് റെസ്റ്റ് ബേക്കണം. അതിനിടയ്ക്ക് ഇതൊന്ന് കുപ്പിയിലിട്ട് വയ്ക്കണം നിങ്ങൾ. അപ്പോൾ ഇതാ ഇത്ര പൗഡറായിട്ട് കിട്ടിയത്. ഇതിപ്പോൾ ഞങ്ങൾ ഫേஸுக்கு മാത്രം അപ്ലൈ ആക്കറേ ഞങ്ങൾ കുറേ സമയത്തേക്ക് നിൽക്കറ്. നിങ്ങൾ തെല്ല് എടുത്തിട്ട് കലക്കറില്ലേ. പിന്നെ ഞങ്ങൾ ഇത് ഫേஸுக்கும் അപ്ലൈ ആക്കുമ്പോൾ ഫേஸുക്കും നെക്കും ഒട്ടിക്ക് ഞങ്ങൾ അപ്ലൈ ആക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ തെല്ല് നേരം കലിയുമ്പോൾ ഇതുപോലെ ആ മെത്തേനെ ഉളുന്തു അതെല്ലാം നന്നിട്ട് ഒന്ന് ഗട്ടിയായിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് ഫേஸுக்கு അപ്ലൈ ആക്കണം. ഞാൻ ജസ്റ്റ് കൈക്കൊന്ന് അപ്ലൈ ആക്കിയിട്ട് കാട്ടുறேன் ഞങ്ങൾക്ക്. അപ്പോൾ ഫേஸുക്കും ഞങ്ങൾ നെക്കും ഇടണം, കഴുത്തുക്കും പിന്നെ മുഖത്തുക്കെല്ലാം ഇടണം. അപ്പോൾ ഇട്ടിട്ട് ഒരു മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഞങ്ങൾ ബേക്കണം. അതിൽ പിന്നെ കൽകിയെടുത്ത് ഇങ്ങനെ ഒന്ന് ഉണങ്ങിയിട്ട് വേണ്ടല്ലോ, ഉണങ്ങി വേണ്ട ഓർത്തോളം വെച്ച് പിന്നെ ഞങ്ങൾ കൽകിയെടുത്ത്
കഴുകുമ്പോൾ സോപ്പ് ഇട്ട് അങ്ങനെയെല്ലാം വേണ്ട, ജസ്റ്റ് കഴുകിയെടുത്ത് ഇങ്ങനത്തെ തണ്ണിൽ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ഫേസ് കിട്ടിയെങ്കിൽ സ്ക്രബ് ആക്കിയിട്ട് അങ്ങനെയെല്ലാം വേണ്ട, ജസ്റ്റ് തണ്ണിൽ ചന്ത ഇങ്ങനെ കഴുകിയെടുത്ത് ഇങ്ങനത്തെ. ബോഡിക്ക് ഇട്ടിരെങ്കിൽ ഒന്ന് നല്ല കഴുകുമ്പോൾ ഒന്ന് സ്ക്രബ് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ സ്ക്രബ് ആക്കിയിട്ട് എടുക്കുന്നത് നല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ എത്ര നാൾക്ക് ഇടണോ അങ്ങനെ എന്തുമില്ല, ഇത്ര നാൾക്ക് ഇടണം അങ്ങനെയില്ല. എപ്പോഴും ഇടും പോലത്തെ ഒരു ഫേസ് പാക്ക് ആയിട്ട് ഞങ്ങൾ എപ്പോഴും ഇടും ഇത്. എല്ലാ വീക്കിലി ഇപ്പോൾ എല്ലാ നാളും ഇട്ടിരെങ്കിൽ എല്ലാ നാളും ഇടാം. ഇപ്പോൾ എല്ലാ നാളും ഇടുക ആവില്ലെങ്കിൽ ഒരു 4 ഡേയ്സെങ്കിലും ഞങ്ങൾ ഇടണം ഇത്. അപ്പോൾ ഇതൊന്നും ഞാനിപ്പോൾ കഴുകിയെടുക്കണം. ഇത് ഉണങ്ങോല് ഉപയോഗിക്കില്ല, നിങ്ങൾ കാട്ട ഉപയോഗിനായിട്ട് മാത്രം ജസ്റ്റ് കൈക്കൊന്നിട്ടിട്ട് അപ്ലൈ ആക്കി കാട്ടിയാൽ മാത്രം. നിങ്ങൾ ഇട്ടിട്ട് മിനിമം ഒരു 20 മിനിറ്റെങ്കിലും ഞങ്ങൾ ഇത് ഫേസിൽ അങ്ങനെ ഉപയോഗിക്കണോ. നിങ്ങൾ ഇടുമ്പോൾ ഫേസിലും നെക്ക് കൊട്ടിയിട്ട് ഇങ്ങോട്ട് അതിൽ പിന്നെ കഴുകിയെടുത്ത് ഇങ്ങോട്ട്. പിന്നെ ഞങ്ങൾ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ട് നല്ല എങ്ങായിട്ട് നിൽക്കും. ഞങ്ങൾ തണ്ണിയും കുടിക്കണം ഇതിലൊട്ടിക്ക്, നല്ല ധാരാളം തണ്ണിയും കുടിക്കണം. അപ്പോൾ ഇത് ഒന്ന് കഴുകിയെടുക്കറേ കഴുകിയെടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനെ ചുമ്മാ നേരം വെച്ചിട്ടില്ല, ഞങ്ങൾ ഫസ്റ്റ് യൂസിലേ ഞങ്ങൾ വന്നോ നല്ല സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ട്, അതേപോലെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടണം ഞങ്ങൾ സ്കിന്ന്. പിന്നെ ഞങ്ങൾ എപ്പോഴും ഇടുമ്പോൾ നല്ല അതിൽ ഒരു നല്ല റിസൾട്ട് ഞങ്ങൾ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഞങ്ങൾ ഇത് മിക്സ് ആക്കി വെച്ച് ബാക്കിയുണ്ടല്ലേ, ഇത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് പത്തേണ്ടെല്ലാം ഞങ്ങൾ അതേ യൂസ് ആക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഒന്ന് ഗട്ടിയായിട്ട് പണ്ട് പിറ്റേന്നെല്ലാം നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഗട്ടിയെങ്കിൽ ഒപ്പസ് പാല തൈര് എന്തെങ്കിലും ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഒപ്പസ് ഞങ്ങൾ അതേപോലെ അപ്ലൈ ആക്കി കഴിത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരം പേരിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ, അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കൂ. ആരെങ്കിലും തന്നെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടേമില്ല ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.